75-ാം വയസ്സിലും പൊതുപ്രവർത്തനങ്ങളോടൊപ്പം ചാരിറ്റിയിലും ചുവടുറപ്പിച്ചിരിക്കുകയാണ് തിരുവിഴാംകുന്ന് താന്നിക്കൽ വീട്ടിൽ കൗസല്യ. ലോക വനിതാ ദിനത്തിൽ കൗസല്യയെക്കുറിച്ച് ചെത്തല്ലൂർ ബ്യൂറോ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. പൊതുപ്രവർത്തനത്തിനോടൊപ്പം മറ്റു മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് കൗസല്യ ജൈത്രയാത്ര തുടരുന്നത്. 1980-81 മഹിളാ സമാജം രൂപീകരണത്തിന് ശേഷമാണ് ബാലവാടിയിലെ ജോലിക്കാരിയായി മലേരിയം ഭാഗത്ത് പ്രവേശിക്കുന്നത്. തുടർന്ന് 1989-90 കാലഘട്ടത്തിൽ ബാലവാടിയെ അംഗൻവാടിയായി ഉയർത്തുകയും അവിടെ ടീച്ചറായി പ്രവേശിക്കുകയും ചെയ്തു. 2011 അംഗൻവാടിയിൽ നിന്നും വിരമിച്ചെങ്കിലും വെറുതെ ഇരിക്കാൻ കൗസല്യയ്ക്ക് തോന്നിയില്ല. ശേഷം കോട്ടക്കലിൽ BSc നഴ്സിംഗ് ഹോസ്റ്റലിൽ വാർഡനായി 6 വർഷത്തോളം ജോലി ചെയ്തു. തുടർന്ന് 2016 തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ 1 വർഷം വാർഡനായും ജോലി ചെയ്തു. ആദ്യകാലത്ത് കച്ചേരിപ്പറമ്പിലുള്ള പാറപ്പുറം അക്ഷരവായനശാലയിൽ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തതോടെ പ്രദേശത്തെ നിരവധി ആളുകൾക്കാണ് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് നൽകിയതെന്ന് കൗസല്യ പറയുന്നു. അപ്പോൾ 81-82 ഒരു മഹിളാ സമാജമൊക്കെ രൂപീകരിച്ച് ബാലവാടിയായിട്ട് വന്നു. 90 ശേഷം അംഗൻവാടിയായിട്ട് വന്നു. പിന്നെ ലൈബ്രറി കുറേ പ്രവർത്തനങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫാമിൽ 1 വർഷം ഏവിയേഷൻ്റെ കുട്ടികളെ വാർഡനായിട്ട് പോയി. അവിടെ നിന്നുകൊണ്ടാണ് ഈ വായനശാലയുടെ ട്രെയിനിങ്ങിന് പോയി വായനശാലയ്ക്ക്. പിന്നെ ഒരു 4 വർഷത്തിലേറെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനം. അത് ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. എല്ലാ വ്യാഴാഴ്ചയും ഏത് ആഴ്ചയാണ് ഞങ്ങൾ നിശ്ചയിക്കുന്നത് വെച്ചാൽ ആ എല്ലാ ആഴ്ചയും ഞാൻ പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും മുടക്കിയില്ല. എൻ്റെ മോൻ ഹോസ്പിറ്റലിലായിട്ട് അവിടെ നിന്നും കൂടി ഞാൻ ആ ടൈമിൽ വന്നിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പ്രവർത്തനമാണ്. പിന്നെ ഇത് അതിനേക്കാൾ ഇഷ്ടമാണ് എനിക്ക്. ഈ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചിരുന്ന വനിതാവേദിയുടെ അംഗങ്ങൾക്കൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ചിമ്മിനോളൊക്കെ വെച്ചിട്ട് സാക്ഷരത പഠിപ്പിച്ചിട്ടുണ്ട്. കാൻഫിഡൻറ്റ് മുതൽക്ക് പിന്നെ PN പണിക്കര അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഇവിടെ അദ്ദേഹം ഇരുന്ന് ഇപ്പുറത്ത് ഞാനിരുന്ന് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും സാറിനോട് എന്താ അവസാനത്തെ ആഗ്രഹം? എടി ഇതിലിരുന്നുകൊണ്ട് മരിക്കണം എന്നാണ്. അത് സഹായിച്ചില്ല പാവത്തിന്. എന്തായാലും ഒരിക്കലും മറക്കില്ല. അക്കാലത്ത് പുസ്തകത്തിനോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്ന സഞ്ചരിക്കുന്ന ലൈബ്രറി പദ്ധതി ആരംഭിച്ചതായും അവരെ കൂടി ഉൾപ്പെടുത്തി വായനശാല പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള പരിശ്രമം നടത്തിയിരുന്നതായും കൗസല്യ പറഞ്ഞു. വായനശാലയുടെ സമീപത്തുള്ള കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ സമ്പ്രദായവും കൗസല്യ തുടങ്ങിയിരുന്നു. ഫീസൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ചുറ്റുപാടിൽ അക്ഷരം ഇപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും അറിയാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു വിശേഷം പേര് പറയാതെ ഞാൻ ഇപ്പോൾ പറയാം. എത്ര പ്രാവശ്യം പറഞ്ഞെടുത്തോളം കാമുണ്ട, കൈമുണ്ട, കോമുണ്ട ഈ 2-3 അക്ഷരങ്ങൾ മാത്രം എഴുതുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു വാക്ക്. അതിനെ ഞാൻ അത്യാവശ്യം എൻ്റെ പേരും എൻ്റെ വീട്ടുപേരും ഒക്കെ പറയാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു. 3 വർഷം മെനക്കെട്ടിട്ടാണ്. പിന്നെ ബാലവാടിയിലാണെങ്കിലും ഞങ്ങൾ ബാക്കിൽ വന്നിരുന്നിട്ട് ചില കള്ളന്മാർ പറങ്കി ബോംബിലൊക്കെ കയറിയിരിക്കും. അമ്മമാർ കാണാതെ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് സുഭദ്ര ടീച്ചർ കൈ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അത്ര എനിക്ക് ദേഷ്യമായിരുന്നു സ്കൂളിൽ പോകാത്ത കുട്ടികൾ. ഭയങ്കര ദേഷ്യമാണ്. അടിച്ചവിടെ കൊണ്ട് ടീച്ചറെ കയ്യിലേക്കാണ്ടാക്കിക്കോളും. അല്ല അടി കിട്ടിയില്ലെങ്കിൽ അവർ പോയില്ല. സ്നേഹത്തിലൊക്കെ പറഞ്ഞു നോക്കും. അവരൊക്കെ ഇപ്പം എന്നെ കാണുമ്പോൾ നമസ്കാരം. അംഗൻവാടി കുട്ടികളെ വിവിധ കലാമേഖലകളിൽ പരിശീലിപ്പിച്ച് ജില്ലാ മത്സരങ്ങളിൽ കൊണ്ടുപോയിരുന്നതിനും കൗസല്യ സമർത്ഥയായിരുന്നു. ഏറ്റവും ഒടുവിൽ തിരുവിഴാംകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റിൽ അംഗമായി മാറിയതോടെ വയോജനങ്ങളെക്കുറിച്ച് കൂടുതൽ ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിയാനും കൗസല്യയ്ക്ക് സാധിച്ചു. ചാരിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ അവർ സന്തോഷിക്കുന്ന വഴി, അവർക്ക് പാട്ടുകളും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വഴി, നമ്മൾ ചെറുപ്പത്തിലെ ഓരോ കഥകളൊക്കെ പലരും പറയാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോൾ അവർക്ക് സന്തോഷം വരുന്നതിൻ്റെ ഇരട്ടി നമുക്കും സന്തോഷം. കാരണം അത്രയും സമയം വേറെ ഒന്നും ചിന്തിക്കാനുള്ള ഒരവസരം കിട്ടില്ല. ട്രസ്റ്റിലെ അംഗങ്ങളായി മിക്ക ദിവസവും സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് കൗസല്യ. കൗസല്യയ്ക്ക് 4 മക്കളും 4 മരുമക്കളും 4 പേരക്കുട്ടികളുമാണ് ഉള്ളത്. ഇപ്പോൾ 3ാമത്തെ മകനായ പ്രസാദിന്റെ കൂടെയാണ് താമസം. അതിനോടൊപ്പം ലൈബ്രറി പ്രവർത്തനങ്ങൾ കൂടുതലായി ജനങ്ങളിലെത്തിക്കുന്ന ഉദ്യമത്തിലാണ് ഇപ്പോൾ കൗസല്യ. CCN ചെത്തല്ലൂർ.